വടകര ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ റൂമിൽ ദുർഗാ പൂജ നടത്തി. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. ഓപ്പറേഷന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പൂജയിൽ സ്റ്റെതസ്കോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ പൂജയ്ക്ക് വെക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, എന്താണ് സംഭവിച്ചത്? വടകര ജില്ലാ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വിവാദമായ ദുർഗാ പൂജ നടന്നിരിക്കുന്നത്. പൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. മഹാനവമി ദിവസമായ ഇന്നലെ വൈകുന്നേരത്തെ തുടങ്ങിയ പൂജ രാത്രി 8:30 കൂടിയാണ് അവസാനിച്ചതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങളും സ്റ്റെതസ്കോപ്പ് ഉൾപ്പെടെയുള്ളവയും തിയേറ്ററിനുള്ളിൽ പൂജയ്ക്ക് വെച്ചു. താൽക്കാലികമായി നിർമ്മിച്ച വാഴ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്ര മാതൃകയിലുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഈ സ്ഥലത്താണ് സ്റ്റെതസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പൂജയ്ക്ക് വെച്ചത്. പ്രത്യേകം ഏർപ്പാടാക്കിയ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പൂജ നടന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന വിവരം. ഈ പൂജയ്ക്ക് ശേഷം പ്രസാദം ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും വിതരണം ചെയ്തതായും വിവരമുണ്ട്. അതീവ സുരക്ഷയോടെയും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലാണ് ഇപ്പോൾ പൂജയും പ്രസാദ നിർമ്മാണവും നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നതായും സൂചനയുണ്ട്. ആശുപത്രി പരിസരം വൈകിട്ടോട് തന്നെ വൃത്തിയാക്കുകയും പനയോല കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. വളരെ അപൂർവമായ ഒരുപക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് വടകര ജില്ലാ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നടന്നിരിക്കുന്നത്. അരുൺ, കുട്ടൻ, ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, അതീവ സുരക്ഷിതമായി അണുവിമുക്തമായി സൂക്ഷിക്കേണ്ട ഒരിടത്ത് ഇത്തരത്തിലുള്ള പൂജകൾ നടത്തി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമില്ലേ? ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്? അരുൺ, തീർച്ചയായും നമുക്ക് അതിനകത്തു നിന്നും ഈ പൂജ നടത്തിയ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നാം ഇപ്പോൾ പുറത്തുവിടുന്നത്. അവിടെ നിന്നും നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളാണിത്. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചതും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ സുരക്ഷിതമായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം, അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് വളരെ സുരക്ഷയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അണുവിമുക്തമാണ്. ഒരുപാട് രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾക്ക് നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് കുറെ ആൾക്കാർ, രോഗികളുടെ കൂട്ടിരിപ്പുകാർ അടക്കമുള്ളവർ ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇത്തരത്തിൽ പൂജ നടന്നിരിക്കുന്നതും ഇവിടെ പൂജയുടെ അനുബന്ധമായിട്ടുള്ള പ്രസാദം നിർമ്മിക്കുകയും പ്രസാദം ഇവിടെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ വിശദീകരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസം വ്യക്തികളുടേത് എന്നതിനപ്പുറം സംഘടിതമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നുണ്ട്. അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം, സർക്കാർ സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ മഹാനവമി പ്രമാണിച്ച് അവധി നൽകിക്കൊണ്ട് സർക്കുലർ അടക്കം ഇറക്കിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ടോ ഇവിടെ അടിസ്ഥാനപരമായി? അരുൺ, അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നവമിയുടെ ഭാഗമായുള്ള പൂജകൾ, വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ സർക്കാർ ഓഫീസിലേക്ക് കടന്നു വരുന്നു. അതിൽ തന്നെ അത്തരമൊരു ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ ഔചിത്യം ആഘോഷിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യമാണ്. പക്ഷെ അത് ഒരു ഔദ്യോഗിക സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് കൃത്യമായ രീതിയിലുള്ള ഔദ്യോഗിക സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഏത് തരത്തിലാണ് ആഘോഷങ്ങൾ നടത്തുന്നത് എന്നുള്ളതും ചർച്ചയാകേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പൂജ നടത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളിക്ക് വിശ്വസിക്കാൻ ഏറെ പ്രയാസമാകും. അത്തരത്തിലുള്ള ഒരു സംഭവമാണിപ്പോൾ വടകര ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആരോഗ്യ വകുപ്പും വടകര ആശുപത്രിയിലെ അധികൃതരും ഇത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടതുണ്ട്. അവരുടെ വിശദീകരണം ഇപ്പോൾ വന്നിട്ടില്ല. അരുൺ, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.